തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ ഇന്ന് തെരഞ്ഞെടുക്കുമല്ലോ. വി ജോയി ജില്ലാ സെക്രട്ടറിയായി തുടരുമെന്നറിയുന്നു. പൊതുചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി പ്രസംഗത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ അജണ്ടകൾ, ഏത് രീതിയിലാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ സൂചിപ്പിച്ച പോലെ അശ്വതി, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്ന് തെരഞ്ഞെടുക്കും. വി ജോയി തന്നെ തിരുവനന്തപുരം ജില്ലയെ നയിക്കും. തിരുവനന്തപുരത്തെ CPM-നെ നയിക്കുന്നത് വി ജോയി തന്നെ ആയിരിക്കാം ഇനിയും തുടർച്ചയായിട്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാർട്ടിക്ക് ഉള്ളിൽ ഉണ്ടായ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടക്കാലങ്ങളിൽ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ പ്രതിനിധി സമ്മേളനത്തിലടക്കം വിശദമായി ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. അതിൽ പാർട്ടിക്ക് ഉള്ളിൽ സ്വീകരിക്കേണ്ട, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സ്വീകരിക്കേണ്ട നയങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അവിടെ വിവിധ വകുപ്പുകളുടെ ഏകോപനം സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വരെ പ്രതിനിധികൾ വിമർശിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾക്കൊക്കെയുള്ള മറുപടി കൂടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അവിടെ യുവ പ്രാതിനിധ്യം ആർക്കൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ പ്രാതിനിധ്യം ഉണ്ടാകും എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. 4 പുതുമുഖങ്ങൾ എത്തിയേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവരുന്നുണ്ടായിരുന്നു. അവിടെയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ, VK പ്രസാദ് MLA ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു കേൾക്കുകയും ചെയ്തത്. അതോടൊപ്പം മേയർ റഹീം ഉൾപ്പെടെയുള്ളവർ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നടപടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് പൊതുസമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ പലരായി അത് ഏറ്റുപിടിക്കുകയും വലിയ വിമർശനവുമായി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ വലിയ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മറുപടി നൽകാൻ ഈ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമോ എന്നതും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. ശരി, ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്.